ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയും അതുപോലെ ദേവയാനിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വാക്കുതർക്കം ഉണ്ടാവുകയാണ്. അപ്പോൾ നിൻ്റെ അനിയത്തിയും ഈ വീടിനെക്കുറിച്ച് പറയുന്നത് ഇതുപോലൊരു വീടുണ്ടാവില്ലെന്നാണെന്ന് ദേവയാനി പറയുമ്പോൾ അത് അവളുടെ കാഴ്ചപ്പാട്, ഞാൻ പറഞ്ഞതാണ് സത്യമെന്നും പറഞ്ഞ് ദേവയാനിയോട് ഈ നവ്യ പറയുക. അവളുണ്ടല്ലോ, സ്വന്തം ഭർത്താവ് ചെയ്ത ചേറ്റത്തരം പോലും കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ച് പോകുന്നവളല്ല അവൾ. ഇതല്ല, ഇതിനപ്പുറവും പറയുമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, ഈ വീടൊരു ജയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടെ നിന്നങ്ങ് ഉറങ്ങി തുള്ളിക്കൊണ്ടങ്ങ് പോവുക. നവ്യ അങ്ങനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ തവിയും കൈ പിടിച്ചുകൊണ്ട് ഏട്ടത്തി പറയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ ചൊടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. എന്താടി ചൊടിപ്പിച്ചാൽ? അവളുടെ നാവിൽ നിന്ന് എന്തൊക്കെയാടി വരുന്നത്? അത് തിരുത്താൻ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ. അവൾ എന്തൊക്കെയാണ് എൻ്റെ മകനെ പറയുന്നത്, അതൊന്നും നീ കേൾക്കുന്നില്ലേ? അതൊന്നും കേൾക്കേണ്ട കാര്യം എനിക്കോ എൻ്റെ മകനോ നയനിക്കോ ഇല്ല എന്ന് പറഞ്ഞു. ഉണ്ടോടി? ഉണ്ടോ? അഭിയെന്ന് പറയുന്ന ഒരുത്തനും നീയും കൂടെ ചേർന്ന് ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഈ വീടിന്ന് സ്വർഗമായി തന്നെ നിന്നേനെ. 99% പ്രശ്നങ്ങളും ഈ വീട്ടിലുണ്ടാക്കുന്നത് നീയും നിൻ്റെ മകനും കൂടിയാ. അതിൽ വേറെ ആർക്കും ഒരു പങ്കുമില്ല. അതും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ നിൽക്കുമ്പോൾ ജലജ പോയി ദേവയാനിയോടുള്ള കലിയും കൂടെ കൂട്ടി കറക്കി ഇളക്കുവാണ്. ഇളക്കെന്ന് പറഞ്ഞ ഒരു 1.5 ഇളക്ക, പല്ലും കടിച്ച് പിടിച്ചോണ്ട് ദേവയാനി ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നെ നമ്മുടെ അഭി അവിടെ നിന്ന് ഇങ്ങനെ പല്ലു ഉറുമ്മി പിടിച്ച് ഉരച്ചോണ്ടിരിക്കുക. സ്വയം ഞാനിതുവരെ കഴുകിയിട്ടില്ല, ഒരു തെറ്റിന് ഇത്രയൊക്കെ വലിയ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇട്ട് ഒരയോടൊര. ആ സമയത്താണ് നവ്യ അതുവഴി വരുന്നത്. നവ്യ അതുവഴി വന്നപ്പോഴത്തേക്കും ഇട്ട് ഒരയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം നവ്യ വരുന്നത് അഭി കണ്ടു. അയ്യോ, പെട്ടെന്ന് ഇവൻ ആ കാറിൻ്റെ പുറകിലേക്ക് മറഞ്ഞു, നവ്യ കാണാതിരിക്കാനേ. അപ്പം നവ്യ ഇറങ്ങി വന്നിട്ട് ഇവനെ കണ്ടതാണല്ലോ. ആ സമയത്ത് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്ക് വട്ടം ചുറ്റി കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുക. നവ്യ ആരാ മോള്? നവ്യ ഇറങ്ങി വന്നിട്ട് വണ്ടിക്ക് അതുപോലെ തന്നെ വലം വയ്ക്കുകയാണ്. ഇവൻ എന്തിയെന്നറിയാം. അവൾ വലം വെച്ച് വന്നപ്പോഴത്തേക്കും ഇവൻ പുറകിലിരുന്ന് വരച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അബി എന്നും പറഞ്ഞ് നവ്യ ഇങ്ങ് വന്നു. നീ എന്തിനാടാ ഇവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ ഒളിച്ചല്ല, നമ്പർ പ്ലേറ്റ് കഴുകായിരുന്നു എന്ന് നവ്യയോട് പറയാം. നീ എന്തിനാ ഈ കാറൊക്കെ കഴുകുന്നതെന്ന് ചോദിച്ചു. അത് ഈ കാറാകെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നേ. അപ്പോൾ അതിനിത് നമ്മുടെ കാറല്ലല്ലോ. അല്ല, ആരുടെ കാറാണെങ്കിലും നമ്മുടെ വീട്ടിലെ കാറല്ലേ നവ്യേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേണ്ടേ കഴുകി വൃത്തിയാക്കിയിടാനെന്ന് ചോദിക്കുമ്പം അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ലല്ലോ. ഈ വീട്ടിലുള്ള ആരും കാറ് കഴുകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ലല്ലോ എന്ന് പറയുമ്പം അല്ല, ഇന്നെന്തോ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തോന്നിയതൊന്നും അല്ല, നിൻ്റെ അമ്മായി പറഞ്ഞിട്ടല്ലടാ നീ ഇപ്പം ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം നവ്യക്ക് എൻ്റെ കാര്യമൊക്കെ അറിയാവുന്നതാണല്ലോ. ഇനി ജോലിയിലൊക്കെ തിരിച്ച് കയറണമെങ്കിൽ ഇങ്ങനെ അമ്മായി പറയുന്നതൊക്കെ ചിലതൊക്കെ കേട്ടല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പം നമുക്കിനി ഇവരുടെ ജോലി വേണ്ട എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമല്ലേ. അതിന് വേണ്ടിയിട്ടല്ലേടാ ഞാൻ മോഡലായിട്ട് പോകുന്നത്. നിനക്ക് AM ജ്വല്ലറിയിൽ ഒരു ജോലി തരപ്പെടുത്തി തരാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതും ആയിരുന്നില്ലേ, പിന്നെ എന്തിനാ നീ ഇപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം എല്ലാം പോട്ടെ നവ്യേ, എവിടെ ജോലി ചെയ്താലും നമ്മൾ താമസിക്കേണ്ടത് ഇവിടെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. എന്താ നമുക്ക് പുറത്ത് താമസിച്ചൂടെ? പൈസ വന്നു കഴിഞ്ഞാലേ ആരുടെയും അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. എന്നാലും അനന്തപുരി തറവാടിൻ്റെ ഒരു ഷെയർ അത് നമുക്കുള്ളതല്ലേ നവ്യേ. അതുപോലെ കമ്പനിയിലും ഷെയർ ഉണ്ടല്ലോ, പിന്നെ അതൊക്കെ കളഞ്ഞിട്ട് എന്തിനാ നമ്മൾ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനുഷ്യനായാലേ ആത്മാഭിമാനം എന്ന് പറഞ്ഞൊന്നുണ്ടടാ, കുറച്ചൊക്കെ അന്തസ്സും വേണോടാ എന്നൊക്കെ ഇങ്ങനെ പറയുവാട്ടെ ഈ നവ്യ. എന്നാൽ പിന്നെ കാറ് കഴുകിയിട്ട് നീ പോയി തെങ്ങിനെ തടവെടുക്കടാ, അതിനുശേഷം പറമ്പൊക്കെ മൊത്തത്തിൽ നീ അങ്ങ് വൃത്തിയാക്കുക. മനുഷ്യൻ്റെ വില കളയാനായിട്ട് കുറേ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ചൂടായി ഭയങ്കരമായിട്ട്. നിൻ്റെ അമ്മ ഇവിടെ കിടന്ന് രാപ്പകലില്ലാതെ ജോലി എടുക്കുന്നുണ്ട്. എന്തിനാ എല്ലാവർക്കും ഇങ്ങനെ ഇവിടെ കിടന്ന് വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഒരു വീട്ടിൽ 2 അടുപ്പ് എന്നുള്ളൊരു ഐഡിയ പറഞ്ഞത് എൻ്റെ അമ്മായിമ്മ തന്നെയാണ്. എന്നിട്ട് അവരിപ്പോൾ ഒരടുപ്പാക്കി എന്ന് മാത്രമല്ല ബാക്കിയുള്ളവരെയൊക്കെ ഒന്നും ഒരു പണിയും ചെയ്യാനായിട്ട് സമ്മതിക്കുന്നതും ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ നവ്യ, നീ ഇപ്പോൾ ഇതൊരു വിഷയമാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര നല്ല കാഴ്ചകളായിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല അബി. നാണം കേട്ടാ ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് പോലും, അറിയാവോ നിനക്കൊന്ന് ചോദിച്ചു. ഇത്തിരി പൈസ സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങിയത് തന്നെ. അപ്പോൾ നീയൊക്കെ കൂടി ഇങ്ങനെ ചെയ്താലോ? അത് മൂർത്തീസ് ജ്വല്ലറിയുടെ കമ്പനിയിലെ എതിരാളികളുടെ മോഡലായത് നിൻ്റെ മുത്തച്ഛനെയും പരിവാരങ്ങളെയും തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അവിടെ നീ എന്നെ മുട്ടുകുത്തിച്ചുകൊണ്ടിരിക്കുക, തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ?
അതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോയി. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അബി ഇങ്ങനെ എന്നും പറഞ്ഞ് നിൽക്കുക. പിന്നെ കാണിക്കുന്ന ജയനെയും മുത്തശ്ശനെയും അനിയെയും ഒക്കെ ആട്ടോ. ഇവരവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. മുത്തശ്ശൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ആദർശേട്ടനെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണമെന്നും പറഞ്ഞ് അനി പറയുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അത് ആദ്യം അറിയിക്കേണ്ടത് എന്നെ ആയിരുന്നില്ലേ എന്ന് മുത്തശ്ശൻ അന്നേരം ഇവരോട് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ആർക്കും ഉത്തരവില്ല, എല്ലാവരും വിഷമിച്ചിങ്ങനെ ഇരിക്കാം. എന്നിട്ട് എന്നോട് എപ്പോഴാണ് എല്ലാവരും ഇതിനെപ്പറ്റി പറഞ്ഞത് എന്ന് മുത്തശ്ശൻ ചോദിക്കുക കേട്ടോ. അപ്പോഴും ഇവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നയനമോൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിയുന്നതെന്ന് പറഞ്ഞു. അന്നേരം അത് പിന്നെ അച്ഛന് ഷോക്കാവുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളൊന്നും പറയാതിരുന്നത്. അപ്പോൾ നയനമോൾ എന്നോട് ഈ വിവരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ വിവരങ്ങളൊന്നും അറിയുമായിരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങളൊന്ന് പറയാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അത് കാര്യമാക്കേണ്ട മുത്തശ്ശ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞെന്നും ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞത് ഞാൻ പോയിക്കോളാമെന്ന്. ഈ പ്രായത്തിൽ ഞാൻ ഇനി ജയിലിൽ കിടന്നാൽ ആർക്കെന്ത് നഷ്ടം വരാനാണെന്നും മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് ചോദിക്കുക കേട്ടോ. പിന്നെ അതുപോലെയാണോ ആദർശിൻ്റെ കാര്യം? അവനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ എല്ലാം നിൽക്കുന്നത്, എല്ലാവരും നിൽക്കുന്നത്. അച്ഛൻ ജയിലിൽ കിടന്നാലും ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യം തന്നെ അല്ല അച്ഛാന്ന് ജയൻ അന്നേരം ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയാൽ മതിയായിരുന്നു എന്ന് ജയൻ അന്നേരം പറഞ്ഞു. ഇതിപ്പോൾ അതേപ്പറ്റി പറയാതെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചിന്തിക്കല്ലേ വേണ്ടതെന്ന് അനി ഇവരോട് ചോദിക്കുക. അപ്പോൾ അച്ഛാ, ഞങ്ങൾ രണ്ടാളും കൂടെ ദുബായ് വരെ ഒന്ന് പോയാലോ എന്ന് അജയൻ ചോദിക്കുമ്പം പിന്നെ നിങ്ങളും കൂടി അകത്തായി എന്നുള്ള വാർത്തയാണോ ഞാൻ കേൾക്കേണ്ടതെന്ന് ചോദിച്ചു. പോകണമെങ്കിൽ ഇനി ഞാൻ പോയിക്കോളാം, അല്ലാതെ ആരും ഇവിടുന്ന് എങ്ങോട്ടും പോവണ്ട. എന്നാൽ ഇന്നൊരു ദിവസം കൂടി കഴിയട്ടെ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അനിയും ജയലും അതുപോലെ അജയനും കൂടി സംസാരിച്ചതിന് അവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക മുത്തശ്ശൻ. കുടുംബത്തിൻ്റെ താളം തെറ്റുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളുടെ മുത്തശ്ശി കുടുംബക്ഷേത്രത്തിലേക്ക് പോയത്. ഇടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. നയനമോളുടെ കാര്യം ഓർത്തിട്ട് അയാൾക്ക് വിഷമം മുഴുവനെന്ന് പറഞ്ഞു. മോളുടെ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഇതുപോലുള്ള വാർത്തകൾ മോളുടെ ഹെൽത്തിനെ അത് ബാധിക്കും അച്ഛാന്ന് ജയൻ അന്നേരം മുത്തശ്ശനോട് പറയണം. അബിക്ക് ഇതിലെന്തോ പങ്കുള്ളതുപോലെ എനിക്ക് തോന്നുന്നത് മുത്തശ്ശ എന്ന് അനി അന്നേരം മുത്തശ്ശനോട് പറഞ്ഞു. AM ജ്വല്ലറി ആണല്ലോ ഇപ്പം നമ്മളെ തകർക്കാനായിട്ട് നോക്കുന്നത്. അവരുടെ പരസ്യത്തിനാണ് നവ്യേട്ടത്തിൽ പോയതും അതിൻ്റെ പിന്നിൽ അബിയാണെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞു. പിന്നെ അവനെ അവൻ്റെ അമ്മ ഇവിടെ നിന്ന് മുറിച്ച് മാറ്റേണ്ട സമയം പണ്ടേ കഴിഞ്ഞതാണെന്ന് പറയുമ്പം ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കും വസുന്ധരയ്ക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ജലജ എന്ന ദത്തപുത്രി എന്ന് മുത്തശ്ശൻ മക്കളോടിരുന്ന് പറയുക. പിന്നെ നല്ലതാകുമെന്ന് കരുതിയിട്ടാണ് എടുത്ത് വളർത്തിയതെന്നും പക്ഷേ നിങ്ങൾ രണ്ടാളും ജനിച്ച സമയത്ത് ഇവിടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെയല്ലേ നിങ്ങൾക്ക് താഴെ ഒരാൾ വന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുക കേട്ടോ. അതുകൊണ്ടാണ് വസുന്ധര അവളെ മോളെ പോലെ അടക്കി പിടിച്ച് വളർത്തിയതെന്നും പറഞ്ഞു. പക്ഷേ ശരിക്കും പാമ്പിനായി പോയി പാല് കൊടുത്തതെന്നും അല്ലെങ്കിൽ തന്നെ ഒരു വീട്ടിനകത്ത് വിരുദ്ധ സ്വഭാവമുള്ളവരുണ്ടായി പോയാൽ അവിടെ ശാന്തിയും സമാധാനവും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളും പറയാം മുത്തശ്ശൻ. ജലജയുടെ സ്വഭാവം നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു പോവുമായിരുന്നു. പക്ഷെ അവളുടെ മകൻ വളർന്നതോടുകൂടിയാണ് എല്ലാം തകിടം മറിഞ്ഞതെന്ന് മുത്തശ്ശൻ ഇവരോട് പറയുക. പിന്നെ അവനെപ്പോലെ ക്രിമിനൽ മൈൻഡുള്ള ഒരു പയ്യനെ ഞാൻ ഇതിനു മുമ്പ് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല എന്നും പറഞ്ഞു. അത്രയ്ക്ക് വികൃത സ്വഭാവം അവൻ്റെ. ശരിക്കും അവനാണ് ജയിലിൽ കിടക്കേണ്ടിയിരുന്നത്. അവനെ തൂക്കിലേറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെയല്ലേ അവൻ അനഖ എന്ന പെൺകുട്ടിയോട് ചെയ്ത കൊടും ചതിയെന്ന് ചോദിക്കുമ്പം അച്ഛാ, അവൻ ഇപ്പോഴും ചന്തുമോളെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ചു പോവുക പതിവെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രായവും ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടാണ് ഞാൻ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാത്തതെന്ന് മുത്തച്ഛൻ എന്നിട്ട് മക്കളോട് രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു. എൻ്റെ പഴയ സ്വഭാവത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ അടിച്ചവനെ ഞാൻ ശരിപ്പെടുത്തേനെ, ഈ വീട്ടിലെ ഗേറ്റും കടത്തി വിട്ടേനെന്നും പറഞ്ഞു. റോസ്കൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇവർ 3 പേരും അതിൻ്റെ കൂടെ തന്നെ കട്ടയ്ക്കുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അബിയാണെങ്കിൽ അനാമിക മോളുടെ കാണാനൊക്കെ ചെയ്യുക, ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് മുറിക്കുവാണ്. ഇവരിവിടെ കേക്ക് മുറിച്ചെങ്കിൽ അത് ഉറപ്പാണ് നമ്മുടെ ആദർശ് തിരിച്ച് വരും. ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം ഫ്ലോപ്പാണല്ലോ. അപ്പോൾ അന്നേരം ഈ കേക്കുമായിട്ട് ചെന്ന അബിയോട് നമ്മുടെ വേണു പറയണം, ഐശ്വര്യമായിട്ട് അഭിമോൻ തന്നെ ഈ കേക്ക് അങ്ങ് മുറിച്ചാട്ടെ എന്ന്. അല്ല, നമുക്ക് ഒരുമിച്ച് മുറിക്കാം അങ്കിളെ. വേണ്ട, അബിയേട്ടൻ തന്നെ ഇത് മുറിച്ചാൽ മതി. അബിയേട്ടനാണല്ലോ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത്. അയ്യോ, ഞാനൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അത് ദുബായിലുള്ള AM ജ്വല്ലറിയുടെ MD ആണെന്ന് പറഞ്ഞു. അല്ല, അവരിപ്പോൾ ഇങ്ങോട്ട് വരാൻ പോവല്ലേ അബി, പിന്നെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പം പ്രയോജനമൊക്കെ നമുക്ക് ഉണ്ടാക്കാം അങ്കിളെ. അത് വേണം. ഇനി AM ജ്വല്ലറിയുടെ ഉയർച്ചയും മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചയുമാണ് നമ്മൾ കാണാൻ പോകുന്നതും സംഭവിക്കാൻ പോകുന്നതും. എന്നാൽ പിന്നെ അതിൻ്റെ തുടക്കം ആയിക്കോട്ടെ ഈ കേക്ക് കട്ടിങ് അല്ലേ അബി? ശരി, ഇങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങണു. കേക്ക് മുറിച്ച് അബി എല്ലാവർക്കും കൊടുക്കണു. എല്ലാവരും മണക്കെന്നും പറഞ്ഞു മിഴുങ്ങിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്.
അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം പക്ഷേ അമ്മയെ മൊത്തത്തിൽ അമ്മായി തളച്ച് കഴിഞ്ഞു എന്ന് അബി ഇവരോട് പറയാം. പിന്നെ ഇപ്പം അമ്മയാണ് അവിടെ അടുക്കളപ്പണി മൊത്തം ചെയ്യുന്നതെന്ന് പറയുമ്പം അതിനുള്ള ശിക്ഷ ഇപ്പം കിട്ടിയില്ലേ എന്നതേ അവിടെ ഇരുന്ന് രേവതി ചോദിക്കാം. ഒറ്റ മോനെ ഇപ്പോഴും ഒക്കത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാ നിൻ്റെ അമ്മായി. ആ മോനാ ഇപ്പം ജയിലിൽ കിടക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അബിയേട്ടൻ അനധികൃതമായ സ്വർണം മൂർത്തീസ് ജ്വല്ലറിയുടെ പേരിൽ വിറ്റു എന്നതൊഴിച്ചാ ഈ പറയുന്നത് പോലെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് അനാമിക ഇങ്ങനെ അബിയോട് പറയണം. എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെയാണ് അബിയേട്ടനെ ജ്വല്ലറിയിൽ ഒന്നും അല്ലാതാക്കിയെന്ന് പറയുമ്പം അത് നന്നായി എന്ന് കൂട്ടിക്കോളാൻ നേരത്തേക്ക് ഇവൻ അവരോട് പറയുന്നു. ഇപ്പം AM ജ്വല്ലറിയുടെ പരസ്യ മോഡൽ എന്ന് പറയുന്നത് നവ്യയാണെന്നും പിന്നെ വൈകാതെ ആ ജ്വല്ലറിയിൽ ഞാൻ ജോയിൻ ചെയ്യുമെന്നും അഭി പറയൂ കേട്ടോ. അപ്പോൾ പിന്നെ AM ജ്വല്ലറി മുടിഞ്ഞോളൂല്ലോ എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ മൂർത്തി ജ്വല്ലറിയെ ഞാൻ വെല്ലുവിളിക്കുമെന്നുള്ള കാര്യങ്ങൾ അഭി ഇങ്ങനെ പറയാം. അങ്ങനെ വന്നാൽ നീയും നിൻ്റെ അമ്മയൊക്കെ പുറത്തു പോവില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ പെങ്ങളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം മക്കളെ, അതിന് മാത്രമാണ് ഞങ്ങളവിടെ പിടിച്ചു നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ പുറത്ത് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. മൂർത്തീസ് കമ്പനി ഓഫ് ഗ്രൂപ്പിൻ്റെ അംഗങ്ങളിൽ നിങ്ങൾ എല്ലാവരും ചോദിക്കുമ്പം ഞങ്ങൾ അധികാരമൊക്കെ എടുത്തു കളയാനാണ് അവിടെ വരുന്നവർ നോക്കുന്നതെന്നും പ്രത്യേകിച്ച് നയനയ്ക്കും ആദർശിനും അമ്മായിക്കും ഒക്കെ അതിനോട് യോജിപ്പാണെന്നും ഈ അഭി പറയുവാണ്. ഇനി മുത്തച്ഛൻ്റെ സാങ്ഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കമ്പനിക്ക് പുറത്താണെന്നും പറഞ്ഞു. അങ്ങനെ നിങ്ങളെ പെട്ടെന്ന് പുറത്താക്കാൻ പറ്റുമോ അഭി? ഇപ്പം കേരളത്തിലെ പേരെടുത്ത വക്കീലാണല്ലോ അനാമികയ്ക്ക് വേണ്ടി വാദിച്ചത്. എന്നിട്ട് ജയിച്ചത് ആരാണെന്ന് ചോദിച്ചു. അനന്തപുരിയിലുള്ളവരുടെ രോമത്തിൽ പോലും നിങ്ങൾക്കാർക്കെങ്കിലും തൊടാൻ സാധിച്ചോ? അതാണ് മുത്തച്ഛൻ്റെ സ്വാധീനമെന്ന കാര്യം അബി ഇവർക്ക് ഇത്താക്കിയതായിട്ട് പറയുന്നു. എന്നിട്ട് ഈ സ്വാധീനമുള്ള മുത്തച്ഛന് കൊച്ചുമോനെ ദുബായിലുള്ള ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതെ, രാജ്യത്തിന് പുറത്തായി പോയതുകൊണ്ടാണ്. എന്തായാലും അങ്ങേരുടെ ഭാഗത്തു നിന്ന് പരമാവധി ശ്രമം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും അയാളത് ചെയ്യുമെന്നും പറഞ്ഞു. പക്ഷെ അവൻ അകത്താക്കിയിരിക്കുന്നതേ അതിനേക്കാളും അവിടെ പണവും സ്വാധീനമുള്ളവരാണെന്ന കാര്യവും അഭി ഇങ്ങനെ ഇവരോട് പറയുക കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ ജയിലിൽ കിടക്കുന്നത് കണ്ട് ആസ്വദിച്ചവരെ ഇനി അവൻ ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടി ഒരുപാട് കാലം കണ്ണീരോടെ കാത്തിരിക്കേണ്ടി വരും. അതെ, ഇന്നേ കേക്ക് മുറിക്കൽ മാത്രമല്ല കേട്ടോ, നമ്മളെ ഒന്നിച്ചാ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് രേവതി അബിയോട് പറയുമ്പോൾ ഭയങ്കര ചിരി. അപ്പോൾ നമുക്ക് എടുത്തു വയ്ക്കാൻ മോളെ, നീ വാന്നും പറഞ്ഞുകൊണ്ട് രേവതി മകളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അബിയോട് എടാ മോനെ കടം കയറി മുടിഞ്ഞു, പിന്നെ എനിക്കിപ്പോൾ ഒരു മാസത്തിൽ 5 ലക്ഷം രൂപയാണ് ബാധ്യത എന്ന് വേണു അബിയോട് പറയണു. അപ്പോൾ എല്ലാം ശരിയാകും അങ്കിളെ, AM ജ്വല്ലറി ഇവിടെ നിന്ന് ചുവടുറപ്പിച്ചോട്ടെ, നമുക്കെല്ലാം ശരിയാക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി വേണുവിന് വീണ്ടും ഇങ്ങനെ പ്രതീക്ഷകൾ കൊടുത്തിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ അനി വണ്ടി ഓടിച്ച് വരുന്നു. അപ്പോൾ അനിയുടെ ഫോണിലേക്ക് കോള് വരുവാണ്. അപ്പോൾ കോള് വിളിച്ചത് നന്ദു. ഹലോ, എന്തായടാ, ആദർശേട്ടൻ്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വിവരവും ഇല്ലടി, വീട്ടിലാണെങ്കിൽ എല്ലാവരും ഓവർ ടെൻഷനിലാണ്, ഞാനും വിളിക്കാൻ പറ്റുന്നവരെയൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ പ്രയോജനമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എടാ നിൻ്റെ മുത്തശ്ശൻ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കില്ലടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും അതിനെപ്പറ്റി അറിയത്തില്ല. അതിനിടയ്ക്ക് അതിനടുത്തേയും വല്യമ്മയും ഒക്കെ ഈ വിവരം അറിയുകയും ചെയ്തല്ലോ, അതോടെ വീടിൻ്റെ താളം മൊത്തത്തിൽ തെറ്റി, അങ്ങോട്ട് പോകാൻ പോലും വയ്യാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നീ ഇങ്ങനെ മാറി നിൽക്കല്ലേ, അവിടെയുള്ളവർക്ക് മാക്സിമം ധൈര്യം കൊടുക്കല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. മുത്തച്ഛനും അച്ഛനും വലിയച്ഛനൊക്കെ അവിടെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി ചെന്ന് എന്നാ പറയാനാണെന്ന് ചോദിച്ചു അനി. ആദർശേട്ടൻ ജയിലിലായത് അറിഞ്ഞപ്പോഴേ അബിക്കും അവൻ്റെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കുകയാണെന്നും അതിനേക്കാളും സന്തോഷമാണ് നിൻ്റെ നവ്യേച്ചിക്കും എന്നൊക്കെ അനി പറയുമ്പം അതുണ്ടാകുമല്ലോടാ, അത് നമുക്കറിയാമല്ലോ. അബിയെ ജയിലിൽ കിടത്തരുതെന്നും പറഞ്ഞ് എൻ്റെയും നയനേച്ചിയുടെ ഒക്കെ കാല് പിടിച്ചതല്ലേ നവ്യേച്ചി. പക്ഷേ അവിടെ അവൻ തെറ്റുകാരനായിരുന്നില്ലേ, ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഏട്ടനായപ്പോൾ ജയിലിൽ കിടക്കുന്നതെന്ന കാര്യം അനി പറയുമ്പം ഈ സമയത്ത് എൻ്റെ അവസ്ഥ ഇതായി പോയല്ലോടാന്ന് പറഞ്ഞു നന്ദു. അപ്പോൾ നീ റെസ്റ്റ് എടുക്കുക, ഡ്യൂട്ടിയിലായിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ നിനക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ, അത് ഗൾഫ് നാടായി പോയില്ലേ, എൻ്റെ ഏട്ടൻ ജയിലിൽ കിടക്കുകയാണല്ലോ എന്നോർത്ത് സത്യം പറഞ്ഞോ എനിക്ക് ആഹാരം കഴിക്കാൻ പോലും തോന്നുന്നില്ല, ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ അനി പറയണു. ശരിടി ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അനി എന്നിട്ട് ഇങ്ങനെ പോണു, നന്ദു ഇരുന്ന് വിഷമിച്ചിരിക്കുക. പിന്നെ കാണിക്കുന്ന നയനയാട്ടോ, നയന ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അപ്പോൾ പെട്ടെന്ന് നയനയുടെ ഫോൺ റിങ് ചെയ്തു. ഞാൻ വേഗം നോക്കി കഴിഞ്ഞപ്പോൾ ആദർശിൻ്റെ കോള്. അപ്പോൾ ആദർശിൻ്റെ കോള് കണ്ടപ്പോഴത്തേക്ക് അയ്യോ ആദർശേട്ടനാണല്ലോ എന്ന് പറഞ്ഞ് ചാടി നമ്മുടെ നയന കോൾ എടുത്തു. ഹലോ ആദർശേട്ടാ, ആദർശേട്ടൻ ഇപ്പോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അത് ആദർശേട്ടൻ ജയിലിലാണെന്നും പറഞ്ഞു ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് നയന ഇങ്ങനെ പറയുമ്പോൾ ഓ അങ്ങനെയുള്ള വിളിയൊക്കെ അങ്ങോട്ട് വന്നല്ലേ എന്ന് ചോദിച്ചു. ജയിലിലാക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ ചില ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ആദർശ് പറയും. അപ്പോഴാണ് നയനയ്ക്ക് ശ്വാസം നേരെ വീണത്. സത്യമാണ് ആദർശേട്ടൻ പറയുന്നതെന്ന് ചോദിക്കുമ്പം
അല്ലെങ്കിൽ പിന്നെ നിന്നെ എനിക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് ആദർശ് ചോദിക്കാം. ചെറിയ ചെറിയ കേസും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ കരുതിയതുപോലത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഇവിടെ. മൊത്തം പ്രശ്നമായിരുന്നു. ഇനിയെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണമെന്ന് ആദർശ് നയനയോട് പറയുവാണ്. നിന്റെ മിസ് കോള് ഞാൻ കണ്ടു, അതുകൊണ്ടാ നിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ചതെന്നൊക്കെ ആദർശ് പറയുവാണ്. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് നിന്നെ അറിയിക്കാനാണ് എന്നും പറഞ്ഞു കേട്ടോ. പിന്നെ നിന്റെ മനസ്സ് വെറുതെ വിഷമിപ്പിക്കരുത്, ആരോഗ്യം നോക്കണം, സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നയന ഭയങ്കര കരച്ചിൽ, സന്തോഷം. അപ്പം നയനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആദർശേട്ടൻ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നീ എന്താ കരയാണോ എന്ന് ചോദിച്ചപ്പം മനസ്സ് വേദനിപ്പിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്, എന്നാൽ എന്നെ ആദർശേട്ടൻ വിളിച്ചത് സ്വപ്നമാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണെന്നൊക്കെ നയന പറയുമ്പം സ്വപ്നമൊന്നും അല്ലെന്നേ, ശരിക്കും നിന്റെ ആദർശേട്ടൻ തന്നെയാണെന്ന് പറഞ്ഞു. അന്നേരം സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ തീയിലൂടെയാണ് നടന്നത് എന്ന് നയന പറയുമ്പം അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ഒരവസരം വന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ പെട്ടെന്ന് വിളിച്ചതെന്നും ആദർശ് നയനയോട് ചോദിക്കും കേട്ടോ. നേരത്തെ എൻ്റെ മൊബൈൽ പോലീസിൻ്റെ കയ്യിലായിരുന്നു, ആരെയും കോൺടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അവരത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയായിരുന്നു എന്നും ആദർശ് പറയാം. അത് കിട്ടിയപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചതെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ എന്തായാലും എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് എത്താൻ നോക്കാവെന്നും പറഞ്ഞു. നീ മനസ്സ് വിഷമിപ്പിക്കാതെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാനും ആദർശ് നയനയോട് പറയുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കിക്കോണം കേട്ടോ എന്നും പറഞ്ഞു. അപ്പം ശരി ആദർശേട്ടാന്ന് പറഞ്ഞു. ശരി ഞാൻ വിളിച്ചോളാം, ഇനിയിപ്പോഴേ നല്ല ബിസി ആയിരിക്കും കേട്ടോ എന്നും ആദർശ് നയനയോട് പറയുന്നു. ശരി മോളെ എന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴാണ് നയനയ്ക്ക് ജീവൻ നേരെ വീണത്. നയനയ്ക്ക് ജീവൻ നേരെ വീണ് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് മുഖത്ത് ഭയങ്കര സന്തോഷം. ദൈവങ്ങൾക്കൊക്കെ 1000 നന്ദി പറഞ്ഞ് നമ്മുടെ നയന അവിടെ നിൽക്കുകയാണ്. അവിടെ അബി കേക്ക് മുറിച്ചപ്പം ഇവിടെ ആദർശിന് ഒരു കുഴപ്പമില്ലാതെ ആദർശിൻ്റെ കോളിങ് വന്നു കഴിഞ്ഞു. പിന്നെ അവിടെ മുത്തശ്ശൻ അവിടെ ഇരിക്കാം. അപ്പം മുത്തശ്ശൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ നയന ഓടി ചെന്നു. അപ്പം നയന ഭയങ്കര സന്തോഷത്തോടെ ചെന്നേ. എന്താ ഇന്ന് മുഖത്ത് നല്ലൊരു സന്തോഷം എന്ന് മുത്തശ്ശൻ ചോദിച്ചു. ആദർശ് വിളിച്ചോ എന്ന് ചോദിച്ചപ്പം വിളിച്ചു മുത്തശ്ശ എന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങോട്ട് വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് മുത്തശ്ശനും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം മുത്തശ്ശൻ വേഗം എഴുന്നേറ്റിട്ട് നയനയോട് എനിക്കറിയായിരുന്നു അവൻ വിളിക്കുമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയാം. അപ്പം നയനയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മോളെയെന്നും മുത്തശ്ശൻ പറയുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളാരെയും ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആരോടും ഒന്നും ഞാൻ പറയാതിരുന്നതെന്നുള്ള സത്യവും മുത്തശ്ശൻ നയനയോട് പറയാം. സത്യം പറഞ്ഞാൽ ജയനും അജയനും അറിയുന്നതിന് മുൻപ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതാണ്. അപ്പം തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യവും പറഞ്ഞു. അവൻ്റെ ജ്വല്ലറിയിലുള്ളവർ പോലും അവൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന വിവരം അറിഞ്ഞിട്ടില്ല എന്നും അവരെയും ഞാനാണ് വിവരങ്ങൾ വിളിച്ചറിയിച്ചതെന്ന് പറഞ്ഞു. എന്നാലും നമ്മളാരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കുമല്ലോ അവിടെ നടന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ പോകണ്ട, ഞാൻ തന്നെ പോകാമെന്നുള്ളത്. ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ആ തലവേദനകളെല്ലാം ഞാനല്ലേ ഒഴിവാക്കിയത് മോളേന്ന് മുത്തശ്ശൻ ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചെന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നില്ലേന്നും ചോദിക്കാം. അവനെ കരുതിക്കൂട്ടി ജയിലിലാക്കാൻ നോക്കിയതാണെന്നും അതിൻ്റെ പിന്നിൽ കളിച്ചതൊക്കെ ആരാണെന്ന് അധികം വൈകാതെ അറിയാൻ കഴിയുമെന്നും മുത്തശ്ശൻ പറയാം. അന്നേരം നയന തിരിച്ചു വന്നതിന് ശേഷം എല്ലാം വിശദമായിട്ട് പറയാമെന്ന് ആദർശം പറഞ്ഞത് എന്നിങ്ങനെ നയന പറയുമ്പം മോളുടെ സങ്കടമൊക്കെ മാറിയില്ലേന്ന് ചോദിച്ചു. ഇപ്പോഴാ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണതെന്ന് നയന പറയാം. അപ്പം എനിക്കറിയാം മോളെ, ഈ വീട്ടിലിപ്പോൾ ആരുടെ കണ്ണെന്നറിഞ്ഞാലും എനിക്കത് ഒരു പരിധി വരെ സഹിക്കാൻ പറ്റും, എൻ്റെ കൊച്ചുമക്കളുടെ കണ്ണുനീര് പോലും. പക്ഷേ മോള് കരയുന്നതേ എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല കേട്ടോ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം നയന ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരോട് നിൽക്കാം. പിന്നെ എനിക്ക് ആകെയുള്ളൊരു വിഷമം മോളുടെ ചേച്ചിയുടെ കാര്യത്തിൽ മാത്രമാണെന്ന് പറഞ്ഞു. AM ജ്വല്ലറി ഗൾഫിൽ തഴച്ചു വളർന്നു കഴിഞ്ഞെന്നും നമുക്ക് നല്ല കോമ്പറ്റീഷനാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും അപ്പോൾ ചില സമയങ്ങളിലൊക്കെ അവർ നമ്മളെക്കാളും മുകളിലോട്ട് കയറുന്നുണ്ട്. അവിടുത്തെ വളർച്ച ഇവിടേക്ക് കൊണ്ടുവരാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ എതിരാളികളുടെ പരസ്യത്തിൽ അഭിനയിക്കാനാണ് മോളുടെ ചേച്ചി ഇപ്പോൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പം അഭിയെപ്പോലെ തന്നെ അവൻ്റെ അമ്മയ്ക്കും അറിയാം അഭിയുടെ ഭാഗത്തെ തെറ്റ് എന്താണെന്ന്. അവരെ കൊണ്ട് തന്നെ നവ്യേച്ച് തിരുത്താൻ നോക്കാൻ നമുക്കെന്ന് നയന പറയുമ്പം അതിനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല മോളെ. അഭി പറഞ്ഞാലും ജലജ പറഞ്ഞാലും നവ്യ അത് കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനിയിപ്പോൾ കൂടുതൽ അതിനൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം മോളുടെ ചേച്ചി തിരക്കുകയും ചെയ്യുമെന്ന കാര്യം മുത്തശ്ശൻ നയനയോട് പറയാം. പിന്നെ അവളോട് നമുക്ക് സത്യങ്ങൾ പറയേണ്ടി വരുമെന്ന് മുത്തച്ഛനും നയനയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തും ഈ അനന്തപുരിയുടെ ആ ഒരു വലിയ ബാധ ഒഴിഞ്ഞു പോയ ആ ഒരു ആശ്വാസത്തിൽ നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.